ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രധാന പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 1.3 കോടി രൂപ വില വരുന്ന സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ശബരിമലയിൽ നടന്നത് വ്യാപക ക്രമക്കേട് നീടി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 8ഓളം സ്വത്തുവകകൾ കണ്ടുകെട്ടി. ശബരിമലയിലെ സ്പോൺസർഷിപ്പ് ഇടപാടുകളിൽ ഗുരുതര ക്രമക്കേടെന്നും കണ്ടെത്തൽ. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് സുപ്രധാന രേഖകളും ഇഡി പിടിച്ചെടുത്തു. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന്. വിപിൻ, എന്താണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇഡി നൽകുന്ന വിവരങ്ങൾ? ഉന്മേഷ്, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നുവെന്ന SITയുടെ കണ്ടെത്തൽ ശരിവയ്ക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സുപ്രധാന നീക്കം ഇഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. പ്രധാന പ്രതികളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയിരിക്കുകയാണ്. 1.3 കോടി രൂപയുടെ സ്വത്തുവകകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 8ഓളം വരുന്ന സ്വത്തുവകകൾ, അതായത് സാധന ജംഗമ വസ്തുക്കൾ ഉൾപ്പെടെ 8ഓളം സ്ഥലങ്ങൾ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഭൂമി ഉൾപ്പെടെയുള്ളവയുണ്ട്. ഇതാണ് പ്രധാനമായും മരവിപ്പിച്ചിരിക്കുന്നത്. 1.3 കോടി രൂപ വില വരുന്ന സ്വത്തുക്കളാണ്. ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ സ്മാർട്ട് ക്രിയേഷനിലും ഒരു പരിശോധന നടന്നിരിക്കുന്നു. അവിടെ നിന്നും 100 ഗ്രാം സ്വർണ്ണമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് സ്വർണ്ണക്കട്ടികളായിട്ടായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് അപ്പുറമായി അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നതുകൂടി ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തിരിക്കുന്ന കേസിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും ഇനിയും കൂടുതൽ പ്രതികൾ ഇതിലുണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. കഴിഞ്ഞ ദിവസം ഇഡിയുടെ ഭാഗത്ത് ഇവരുടെയൊക്കെ പ്രധാന പ്രതികളുടെ വീടുകളിലൊക്കെ തന്നെ പരിശോധനകൾ നടത്തിയിരുന്നു. അവിടെ നിന്നും രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ മഹസർ ഉൾപ്പെടെയുള്ളവ പിടിച്ചിട്ടുണ്ട്. ഈ മഹസറിൽ പറയുന്നത് പോലെ തന്നെ, അതായത് SITയുടെ കണ്ടെത്തൽ പോലെ തന്നെ ബോധപൂർവം അവിടെ നിന്നും ശബരിമലയിൽ നിന്ന് സ്വർണം പുറത്തേക്ക് പോയപ്പോൾ അതിൽ ചെമ്പെന്ന് എഴുതി ചേർക്കുകയായിരുന്നു. സ്വർണത്തിന് പകരം ചെമ്പ് പാളി എന്ന് എഴുതി ചേർത്തത് ബോധപൂർവമാണെന്ന് ഇഡിയും കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യാപകമായിട്ടുള്ള ക്രമക്കേട് ശബരിമലയിൽ നടന്നു എന്നുള്ളതും നിസ്സംശയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പറയുകയാണ്. വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.